ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഓൺലൈൻ ചോക്ക് ബോർഡ്. അപ്പോൾ നമ്മൾ 10ാം ക്ലാസ്സിൻ്റെ സെക്കൻഡ് ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് പേജ് നമ്പർ 48 അല്ലേ, പേജ് നമ്പർ 48-ലെ 8ാമത്തെ ക്വസ്റ്റ്യനാണ്. അതായത് ഇവിടെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, നമ്മൾ പ്രൂവ് ചെയ്യാനായിട്ടുള്ളതാണ്. നമ്മളിപ്പോൾ കുറേ ക്വസ്റ്റ്യൻസ് കണ്ടല്ലേ, നമ്മൾ സിമിലറായിട്ട് പല പല കൺസെപ്റ്റുകൾ യൂസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടു. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ ഇതാണ്: In the picture, AB and CD are perpendicular chords of the circle. പെർപെൻഡിക്കുലർ കോഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? കോഡ്സ് എന്ന് പറഞ്ഞാൽ സർക്കിളിൻ്റെ ഏതെങ്കിലും ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് വരയ്ക്കുന്ന ലൈനാണ് കോഡ് എന്ന് പറയുന്നത്. ഇനി അത് പെർപെൻഡിക്കുലർ ആകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇവിടെ ഇതും അതുപോലെ തന്നെ ഈ സി ഡി ഇത് രണ്ടും പെർപെൻഡിക്കുലർ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ രണ്ട് കോഡ്സും 90 ഡിഗ്രി ആയിരിക്കും വരുന്നത് അല്ലേ. ഇപ്പോൾ എ ബി പെർപെൻഡിക്കുലർ ടു സി ഡി ആണ്, അതുപോലെ തന്നെ സി ഡി പെർപെൻഡിക്കുലർ ടു എ ബി ആണ്. ഇനി അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ: പ്രൂവ് ദാറ്റ് ദ ആർക്സ് എ ബി സി ആൻഡ് ബി ക്യു ഡി ജോയിൻഡ് ടുഗദർ മേക്ക് എ സെമി സർക്കിൾ. അതായത് പ്രൂവ് ദാറ്റ് എ പി സി ഏതാണ്? എ പി സി എന്ന് പറഞ്ഞാൽ ഏതാണ്? എ പി സി എന്ന് പറയുന്ന ആർക്ക് ഇതാണ് എ പി സി. അപ്പോൾ ഈ എ പി സി എന്ന് പറഞ്ഞ ആർക്കും അതുപോലെ തന്നെ ബി ക്യു ഡി എന്ന് പറയുന്ന ഈ ആർക്കും ജോയിൻ ചെയ്ത് കഴിയുമ്പം ഒരു സെമി സർക്കിൾ ഫോം ചെയ്യുന്നുണ്ട്. അപ്പം ആദ്യം തന്നെ നമ്മൾ ഓർക്കേണ്ടത്, ഒരു സർക്കിൾ ഇപ്പം നമ്മളൊരു സർക്കിൾ വരച്ച് കഴിഞ്ഞിട്ട് ഇതൊരു സെമി സർക്കിൾ ആകുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? സർക്കിളിൻ്റെ സെൻറ്ററിലൂടെ 180 ഡിഗ്രിയിലായിരിക്കണം പോകുന്നത് അല്ലേ. അതായത് അതിൻ്റെ സെൻട്രൽ ആംഗിൾ 180 ഡിഗ്രി ആയിരിക്കണം. അങ്ങനെയാണെങ്കിലാണ് നമുക്കത് സെമി സർക്കിൾ എന്ന് പറയാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പം സെൻട്രൽ ആംഗിൾ 180 ഡിഗ്രി ആയിരിക്കണം. അതുപോലെ തന്നെ സെൻട്രൽ ആംഗിൾ 180 ഡിഗ്രി ആണെങ്കിൽ അവിടെ നിന്ന് നമ്മൾ എൻ പോയിൻറ്റ്സിൽ നിന്ന് മറ്റൊരു ആംഗിൾ വരച്ചാൽ ദാറ്റ് വിൽ ബി 90 ഡിഗ്രി ആയിരിക്കും. അപ്പം നമുക്കിവിടെ പ്രൂവ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പം നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഏതൊക്കെയാണ്? എ പി സിയും ബി ക്യു ഡിയും. എ പി സി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സർക്കിളിൻ്റെ സെൻറ്റർ ഇവിടെ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ എ പി സിയുടെ സെൻട്രൽ ആംഗിൾ എന്ന് പറയുമ്പോൾ ഇങ്ങനെ വരും. ഓക്കെ, ഇനി ബി ക്യു ഡി എന്ന് പറഞ്ഞാൽ ബി ക്യു ഡി. അപ്പോൾ അതിൻ്റെ സെൻട്രൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ ഇതിങ്ങോട്ട് ഇത് ഇങ്ങോട്ട്. അപ്പോൾ ഇതായിരിക്കും ബി ക്യു ഡിയുടെ സെൻട്രൽ ആംഗിൾ. അതുപോലെ തന്നെ എ പി സിയുടെ സെൻട്രൽ ആംഗിൾ ഇതായിരിക്കും. അപ്പോൾ ഇത് രണ്ടും കൂടെ കൂട്ടുമ്പം എന്തായിരിക്കണം? സെമി സർക്കിൾ ആണെന്നുണ്ടെങ്കിൽ അത് രണ്ടിൻ്റെ ആംഗിൾസ് തമ്മിൽ കൂട്ടുമ്പോൾ 180 ഡിഗ്രി ആയിരിക്കണം കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? ദ ആർക്സ് എ പി സി ആൻഡ് ആർക്ക് ബി ക്യു ഡി ജോയിൻഡ് ടുഗദർ മേക്ക് എ സെമി സർക്കിൾ എന്ന് നമുക്ക് പറയാം. അപ്പോൾ അത് പറയാനായിട്ട് നമുക്ക് ഫസ്റ്റ് നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്നത്? നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമുക്കിവിടെ അപ്ലൈ ചെയ്യണം. അപ്പോൾ പഠിച്ച കാര്യങ്ങൾ അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ എന്താണ് ഈ എ പി സി എന്ന് പറഞ്ഞ ആർക്കിൻ്റെ സെൻട്രൽ ആംഗിൾ എഴുതാൻ പോവാണ്. അപ്പോൾ എ പി സി എന്ന് പറഞ്ഞ ഇതൊരു ആർക്ക് അല്ലേ. അപ്പോൾ അതിൻ്റെ സെൻട്രൽ ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എ പി സി എന്ന് പറയുമ്പോൾ ഈ രണ്ട് പോയിൻറ്റ്സിൽ നിന്നും ഫോം ആയിരിക്കുന്ന മറ്റൊരു ആംഗിളൂടെ കാണുമല്ലോ ഇവിടെ. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ട് നമ്മളൊരു ലൈൻ വരച്ചാൽ അപ്പോൾ ഇവിടെ ഫോം ചെയ്തിരിക്കുന്ന ഒരു ആംഗിളുണ്ട്. അതായത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന് ഇവിടെ നിന്ന് ഇങ്ങോട്ട്. അപ്പം ഇതെന്ന് പറയുന്നത് ഇനി ഇതിൻ്റെ സെൻട്രൽ ആംഗിൾ, ഇപ്പോൾ ഇത് സെൻറ്റർ ആണെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ആംഗിളും ഉണ്ട്. അപ്പം നോക്കിയേ, നമ്മൾ ആദ്യം തൊട്ടേ പഠിച്ച കാര്യമാണ്. ഒരു ആർക്കിൻ്റെ രണ്ട് എൻ പോയിൻറ്റ്സിൽ നിന്നും സർക്കിളിൻ്റെ ഏതൊരു പോയിൻറ്റിലേക്ക് വരയ്ക്കുന്ന ആംഗിളും ആ ആർക്കിൻ്റെ സെൻട്രൽ ആംഗിളിൻ്റെ ഹാഫ് ആയിരിക്കും. ഓക്കെ, ഇനി അല്ലെ തിരിച്ച് നമുക്ക് പറയാം, ഈ ഒരു ഒരു സർക്കിളിലെ രണ്ട് പോയിൻറ്റ്സ് അതിൻ്റെ എൻ പോയിൻറ്റ്സിൽ നിന്ന് നമ്മൾ സർക്കിളിൻ്റെ ഏതെങ്കിലും ഒരു വശത്തേക്ക് ഒരു ആംഗിൾ വരച്ചാൽ, അല്ലെങ്കിൽ ആ ആംഗിൾ എന്ന് പറയുന്നത് ഈ ആർക്കിൻ്റെ സെൻട്രൽ ആംഗിളിൻ്റെ 2 ടൈംസ് ആയിരിക്കും. മനസ്സിലായോ ടീച്ചർ പറഞ്ഞത്? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ എങ്ങനെ പറയാം? ബി ക്യു ഡി എന്ന് പറയുന്ന ആർക്ക് എടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ ബി ക്യു ഡി, അപ്പോൾ ടീച്ചർ ഇവിടെ ബിയിൽ നിന്ന് ഡിയിലേക്ക് ഒരു ലൈൻ വരച്ചു. അപ്പോൾ ഇതിനൊരു സെൻട്രൽ ആംഗിളുണ്ട്. സെൻട്രലിലേക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന ഒരു സെൻട്രൽ ആംഗിൾ ഇവിടെയുണ്ട്. അത് കൂടാതെ എന്താണ്, ഈ എൻ പോയിൻറ്റ്സിൽ നിന്ന് സർക്കിളിൻ്റെ ഏതെങ്കിലും ഒരു പാർട്ടിലേക്ക് വരയ്ക്കുന്ന ആംഗിളും ഉണ്ട്. അപ്പം അതിവിടെ നമുക്ക് അറിയാം. അതായത് ഇതിൻ്റെ സെൻട്രൽ ആംഗിൾ എന്ന് പറഞ്ഞത് ഇതാണ്. അതായത് രണ്ടാമത്തത് പറയുമ്പം അതൊന്നും കൂടെ കാണിച്ചു തരാം. അതായത് ഇപ്പോൾ ഫസ്റ്റത്തെ ആർക്കിൻ്റെ കാര്യം ടീച്ചർ പറഞ്ഞു, അതുപോലെ തന്നെ സെക്കൻഡ് ആർക്ക് എടുക്കുന്നതാണ്. കാരണം മറ്റേത് ഫിഗർ കാണുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും. അപ്പോൾ ഈ ആർക്ക് എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് സെൻറ്റർ ആണെങ്കിൽ ഇവിടെ ഒരു സെൻട്രൽ ആംഗിളുണ്ട് അല്ലേ. അതുപോലെ തന്നെ ഈ എൻ പോയിൻറ്റ്സിൽ നിന്ന് ഫോം ചെയ്തിരിക്കുന്ന ആംഗിളാണ്. ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ലൈൻ ജോയിൻ ചെയ്യുന്നുണ്ട്.
അപ്പോൾ ഈ എൻ പോയിൻറ്റ്സിൽ രണ്ട് എൻ പോയിൻറ്റ്സിൽ നിന്നും സർക്കിളിൻ്റെ മറ്റൊരു പോർഷനിലേക്ക് വന്നിരിക്കുന്ന ആംഗിളാണ് ഏത്? ഈ ആംഗിൾ. അപ്പോൾ ഈ ആംഗിളും തമ്മിൽ റിലേഷൻ ഉണ്ടല്ലോ. ഏതാണ്? ആംഗിൾ എന്താണ്? ബി ക്യു ഡിയുടെ സെൻട്രൽ ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് 2 ടൈംസ് BAD. BAD എന്ന് പറഞ്ഞ ആംഗിളിൻ്റെ 2 ടൈംസ് ആയിരിക്കും ബി ക്യു ഡിയുടെ സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? നമ്മൾ APCയുടെയും അതുപോലെ തന്നെ BQDയുടെയും സെൻട്രൽ ആംഗിൾസ് തമ്മിൽ നമ്മളൊന്ന് ആഡ് ചെയ്ത് നോക്കണം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്കത് 180 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് എന്താണ് 180 കിട്ടിക്കഴിഞ്ഞാൽ, സെൻട്രൽ ആംഗിൾ 180 കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ദാറ്റ് വിൽ ബി എ സെമി സർക്കിൾ. ഓക്കെ, അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് പ്രൂഫ് എഴുതാം. അപ്പോൾ എഴുതുന്ന കൂട്ടത്തിൽ ടീച്ചർ എക്സ്പ്ലെയിൻ ചെയ്ത് പോകാം. അതായത് നമ്മൾ സെൻട്രൽ ആംഗിൾ ഓഫ് ആർക്ക് APCയുടെ സെൻട്രൽ ആംഗിൾ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? അതായത് BADയുടെ ഏതാണ്? ADCയുടെ ADC എന്ന് പറയുന്നതിൻ്റെ ട്വൈസ് കണ്ടുപിടിച്ചാൽ മതി. അതായത് 2 ടൈംസ് കണ്ടുപിടിച്ചാൽ നമുക്ക് APC എന്ന് പറയുന്ന ആംഗിൾ, അതിൻ്റെ സെൻട്രൽ ആംഗിൾ കണ്ടുപിടിക്കാൻ പറ്റും. അതുപോലെ തന്നെ BQDയുടെ സെൻട്രൽ ആംഗിൾ കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യണം? അപ്പോൾ അതിൻ്റെ സെൻട്രൽ ആംഗിൾ കണ്ടുപിടിക്കാനായിട്ട്, അപ്പം BQDയുടെ സെൻട്രൽ ആംഗിൾ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും? 2 ഇൻറ്റു ആംഗിൾ BAD. അപ്പോൾ ഓർത്തോണം, ഈ BQD എന്ന് പറയുന്നതിൻ്റെ എൻ പോയിൻറ്റ്സ്, അതായത് ഈ എൻ പോയിൻറ്റ്സിൽ നിന്ന് സർക്കിളിൻ്റെ മറ്റൊരു പോർഷനിലേക്ക് വരച്ചിരിക്കുന്ന ആംഗിളാണ് ഇത്. അപ്പോൾ ഇതിൻ്റെ ഇരട്ടിയായിരിക്കും ഇവിടെ വരുന്നത്. അപ്പോൾ അതാണ് ആംഗിൾ BADയുടെ 2 ടൈംസ്, 2 ഇൻറ്റു ആംഗിൾ BAD. ഇനി നമ്മൾ സം ഓഫ് ദി സെൻട്രൽ ആംഗിൾസ് ഓഫ് ആർക്ക് APC ആൻഡ് BQD. അപ്പോൾ നമ്മൾ ഇതും കൂടെ നമ്മൾ ആഡ് ചെയ്യും. അപ്പോൾ ഇവിടെ 2 കോമൺ ആണ്. അപ്പോൾ 2 ഇൻറ്റു ആംഗിൾ ADC പ്ലസ് ആംഗിൾ BAD എന്ന് വരും. ഇനി ADC പ്ലസ് ആംഗിൾ BAD എന്ന് പറഞ്ഞാൽ എന്താണ്? ADC ഏതാണ്? ADC. അടുത്തത് ADC എന്ന് പറയുന്നത് ഈ ആംഗിളാണ്. അതുപോലെ തന്നെ ആംഗിൾ BAD എന്ന് പറഞ്ഞ ഈ ആംഗിളാണ്. അപ്പോൾ ഈ ട്രയാങ്കിളിനൊരു പ്രത്യേകതയുണ്ട്. ഇത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിളാണ്. അപ്പോൾ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആകുമ്പം തന്നെ ഇത് 90 ഡിഗ്രി ആണെങ്കിൽ ഈ 2 സൈഡ്സൂടെ ഉള്ള പ്ലസ് ചെയ്യുമ്പോൾ 90 ഡിഗ്രി ആയിരിക്കുമല്ലേ വരുന്നത്. അപ്പോൾ ഈ ആംഗിളാണ്, ഇവിടുത്തെ ആംഗിളാണ് ഏത്? ആംഗിൾ ADC, ഈ ആംഗിൾ. ഇനി അടുത്തതാണ് ആംഗിൾ BAD. ഇത് രണ്ടും. അപ്പോൾ ഇത് രണ്ടും കൂടെ കൂട്ടുമ്പം റൈറ്റ് ട്രയാങ്കിൾ ആയതുകൊണ്ട് ഇതൊരു റൈറ്റ് ട്രയാങ്കിളാണ്. സോ ഈ 3 ആംഗിളൂടെ കൂട്ടുമ്പോൾ 180 ഡിഗ്രിയാണ്. അതിനകത്ത് ഇത് 90 ഡിഗ്രിയാണ്. അപ്പോൾ ഈ രണ്ടെണ്ണം കൂടെ കൂട്ടുമ്പോൾ 90 ഡിഗ്രി ആയിരിക്കും വരുന്നത്. ദാറ്റ് ഈസ് 2 ഇൻറ്റു 90 ഈസ് ഈക്വൽ ടു 180. ഈ ആർക്ക് APCയുടെയും ആർക്ക് BQDയുടെയും സെൻട്രൽ ആംഗിൾസ് തമ്മിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 180 ഡിഗ്രി സെൻട്രൽ ആംഗിൾ വരുന്ന ഒരു ഫിഗറാണ്. എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ? 180 ഡിഗ്രി സെൻട്രൽ ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സെമി സർക്കിൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതും കൂടെ നമ്മൾ താഴോട്ട് എടുത്ത് എഴുതാം. ഓക്കെ, ദാറ്റ്സ് APC ആൻഡ് BQD ജോയിൻ ടുഗദർ വുഡ് മേക്ക് ഹാഫ് ഓഫ് ദ സർക്കിൾ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് സെമി സർക്കിളാണെന്ന് പ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്തു? സെൻട്രൽ ആംഗിൾ 180 ഡിഗ്രിയാണെന്ന് കണ്ടുപിടിച്ചു. അതിനുശേഷം അത് നമ്മൾ പ്രൂഫായിട്ട് എഴുതി. ഓക്കെ, അങ്ങനെയാണ് 8ാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. നമുക്കപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്കിനി സെഗ്മെൻറ്റ്സ് ഓഫ് എ സർക്കിൾ എന്നുള്ള ചാപ്റ്റർ അല്ലെങ്കിൽ ആ പോർഷൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.